നമസ്കാരം സുഹൃത്തുക്കളെ. കേരളത്തിലെ അരമനകളിൽ നിന്നും ഇപ്പോൾ കൂട്ട നിലവിളി കേൾക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ FCRA നിയമ ഭേദഗതി കർശനമായ രീതിയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതവർ നടപ്പിലാക്കും എന്ന് ഏതാണ്ട് എല്ലാവർക്കും ഉറപ്പായിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നിന്ന് കുറച്ച് ബിഷപ്പുമാർ ഡൽഹിയിൽ പോയി തമ്പടിച്ച് കിടന്നു. എന്തായിരുന്നു ഉദ്ദേശമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണുക, ആശങ്കകൾ അദ്ദേഹവുമായിട്ട് പങ്കുവെക്കുക, അറിയിക്കുക, പറ്റുമെങ്കിൽ ഈ FCRA ഭേദഗതി നിയമം തന്നെ പിൻവലിപ്പിക്കുക. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, 3 തവണ ശ്രമിച്ചിട്ടും അവർ കാണാനോ ചർച്ച ചെയ്യാനോ അമിത്ഷാ അനുമതി കൊടുത്തില്ല. അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ വാതിൽ അവർക്കായിട്ട് തുറന്നില്ല. ഒന്ന് ഓർത്ത് നോക്കുക, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അതായിരുന്നില്ല സ്ഥിതി. അവരെപ്പോൾ വന്നാലും ഒരുപക്ഷെ ഇടനിലക്കാർ പോലും ഇല്ലാതെ, ഇടനില എന്ന് ഞാൻ ഉദ്ദേശിച്ച് കേരളത്തിലെ BJP നേതാക്കൾ അവരുമായിട്ട് ചെല്ലുന്നു, കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടുന്നു, ഒരു സമയം കിട്ടുന്നു, അങ്ങനെ അവിടെ കയറുന്നു, ചർച്ച ചെയ്യുന്നു. ഇതാണ് ഈ ഇടനില കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലും ഇല്ലാതെ നേരിട്ട് പോലും ഒരുപക്ഷെ അമിത്ഷായെ, മോദിയെ കാണാൻ പറ്റുമായിരുന്നു ഒരു സമയത്ത് കേരളത്തിലെ ഈ മതപുരോഹിതർക്ക്, ക്രിസ്ത്യൻ മതപുരോഹിതർക്ക്. അവരുടെ മുന്നിലേക്ക് സൗഹൃദത്തിൻ്റെ കരം ഇവർ നീട്ടിയിരുന്നു. ഈസ്റ്ററിനും ക്രിസ്മസിനുമൊക്കെ കേക്കുമായിട്ട് അരമനയിലേക്ക് അങ്ങോട്ടേക്ക് പോയിരുന്നു. അവരുടെ ഒരു വാക്ക് മതിയായിരുന്നു. ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് നമുക്ക് സംസാരിക്കാം, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാം, പറ്റുന്ന ഇടങ്ങളിലെല്ലാം, അതായത് പറ്റുന്ന മേഖലയിലെല്ലാം രാജ്യത്തിന് വേണ്ടി ഒരേപോലെ പ്രവർത്തിക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് BJP മുന്നോട്ട് വെച്ചത്. പക്ഷേ ആ സമയത്തും തങ്ങളുടെ കയ്യിൽ കുറച്ച് വോട്ട് ബാങ്ക് ഉണ്ട് എന്ന ധാരണയിൽ അഹങ്കാര വർത്തമാനം മാത്രമാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉദാഹരണ സഹിതം പറയാം. ബിഷപ്പ് പാംപ്ലാനി എന്ന് പറഞ്ഞ ഒരാൾ ഒരിക്കൽ അടിച്ചൊരു ഡയലോഗ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? റബ്ബറിൻ്റെ വില 300 ആക്കി തന്നാൽ BJPക്ക് ഇവിടെ നിന്ന് 2 MPമാരെ ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞു. ഏതർത്ഥത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത്? വിലപേശൽ നടത്തുകയായിരുന്നു. കേന്ദ്രത്തിലെ BJP ആയിട്ട് വിലപേശൽ നടത്തുകയായിരുന്നു. അങ്ങനെ പല വിഷയത്തിലും ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും കുഗ്രാമത്തിൽ നടക്കുന്ന ആ വിഷയങ്ങളൊക്കെ ഇവിടെ പർവ്വതീകരിച്ച്, ഇപ്പോൾ മണിപ്പൂരിലെ കാര്യമൊക്കെ നമുക്കറിയാം. BJPയെ പ്രതിസ്ഥാനത്ത് നിർത്താൻ വേണ്ടിയിട്ട് ഇവർ അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ട്, അതിൻ്റെ കൂടെ ദീപിക എന്നൊരു ദിനപത്രം, അതിൻ്റെ എഡിറ്റോറിയൽ പേജ് തന്നെ ഈ ഒരു അജണ്ടയ്ക്കായിട്ട് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവിടെയൊക്കെ വളരെ നിശബ്ദതയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ കൂട്ടരുടെ മുന്നിലേക്ക് സൗഹൃദത്തിൻ്റെ കരം അവർ നീട്ടിയിരുന്നു. പല സംഭവങ്ങൾ നടക്കുമ്പോഴും അവർക്ക് നിരുപാധികമായിട്ടുള്ള പിന്തുണ BJP വാഗ്ദാനം ചെയ്യുന്നു. വാഗ്ദാനം ചെയ്യുക മാത്രമല്ല, അവർ പ്രത്യക്ഷത്തിൽ തന്നെ ഇറങ്ങി അവർക്ക് വേണ്ടി പ്രതിരോധിച്ചിരുന്നു. ഞാൻ ഏതാനും ഉദാഹരണങ്ങൾ മാത്രം പറയാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കറിയാം, നാർക്കോട്ടിക് ജിഹാദിനെ സംബന്ധിച്ചുള്ള ഒരു പരാമർശം പാലാ ബിഷപ്പ് നടത്തുന്നു. ആ ബിഷപ്പ് ഹൗസിലേക്ക് ജിഹാദികൾ മാർച്ചും മറ്റും നടത്തിയപ്പോൾ അവരെ തടഞ്ഞതും പ്രതിരോധിച്ചതും സംഘികളാണ്, BJPക്കാരാണ്. മറ്റൊരു സംഭവം, പൂഞ്ഞാറിലെ ഒരു പള്ളിയിൽ അവിടുത്തെ ഒരു യുവ പുരോഹിതൻ്റെ നേരെ ചില സുഡാപ്പികൾ ഇരുചക്ര വാഹനം ഓടിച്ച് അദ്ദേഹത്തെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു. ആ സംഭവം പുറത്തു വന്നപ്പോഴും ആ സഭയ്ക്ക് വേണ്ടിയിട്ടും അവർക്ക് വേണ്ടിയിട്ടും പ്രതിരോധം തീർത്തത് ഇവിടുത്തെ BJP നേതാക്കളും സംഘികളുമാണ്. മൂവാറ്റുപുഴയിലെ നിർമ്മലഗിരി കോളേജിൽ ഒരു നിസ്കാര മുറിയെ സംബന്ധിച്ചുള്ള വിവാദം വന്നപ്പോഴും അവരുടെ കൂടെ നിൽക്കാൻ BJP മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാസർഗോഡ് ഒരു ഹെൽത്ത് സെൻ്ററിൽ അവിടെ ഈ ക്രിസ്മസിന് വെച്ച പുൽക്കൂട്, ആ പുൽക്കൂട് ഉണ്ണിയേശുവിന് സഹിതം ഒരു സുഡാപ്പി, ഒരു ഭ്രാന്തൻ സുഡാപ്പി എടുത്ത് തോട്ടിക്കളഞ്ഞ വിഷയം വന്നപ്പോഴും അവർക്ക് വേണ്ടി സംസാരിക്കാൻ BJP മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കൈവിരൽ എണ്ണിയാൽ ഒടുങ്ങാത്ത തരത്തിൽ 10-ലധികം വിഷയങ്ങളിൽ, 10ഒന്നുമല്ല എത്ര വിഷയങ്ങളിൽ അവരുടെ കൂടെ നിന്നു. പള്ളുരുത്തിയിലെ ഹിജാബ് വിവാദം വന്നപ്പോഴുമൊക്കെ അവരുടെ ഒപ്പം നിൽക്കാൻ BJP മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. BJP നേതാക്കളും മാത്രമേ, ആണികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ തിരിച്ചെന്താണ് അവർ കൊടുത്തത്? അതാണ് ആലോചിക്കേണ്ടത്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വന്നു. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് നന്ദി പ്രകാശിപ്പിക്കണം എന്നല്ല പറയുന്നത്. ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണല്ലോ. അപ്പോൾ അവർക്ക് മറ്റൊരു സമുദായത്തിൽപ്പെട്ട സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ശരി, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള മികച്ച 3-4 പേരെ തെരഞ്ഞെടുപ്പിന് അണിനിരത്തി മുന്നിലേക്ക് തന്നിട്ടും അവരെന്താണ് ചെയ്തത്? വോട്ട് കൊടുത്തില്ല എന്നത് പോട്ടെ, അവരെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അരമനയിൽ നിന്ന് മഠത്തിലേക്കും മറ്റും പരസ്യമായിട്ടും രഹസ്യമായിട്ടും അവർ വിളിച്ച് തോൽപ്പിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തു. അത് പറഞ്ഞത് PC ജോർജും അദ്ദേഹത്തിൻ്റെ മകനും തന്നെയാണ്. ഒന്ന് ഓർത്ത് നോക്കുക, PC ജോർജ്, ഷോൺ ജോർജ്, അനൂപ് ആൻ്റണി, കേന്ദ്രമന്ത്രിയായിരുന്ന ഈ ജോർജ് കുര്യൻ തുടങ്ങിയവരെയൊക്കെ സ്ഥാനാർത്ഥിയായിട്ട് അവരുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചു കൊടുത്തു. ശരിയാണ്, നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് LDFനോട് കടുത്ത വിരോധം ഉണ്ടായിരുന്നു ജനങ്ങൾക്ക്. പിണറായി വിജയനെ എങ്ങനെയും ഭരണത്തിൽ ഇറക്കണം എന്ന വാശിയിലാണ്. അപ്പോൾ ആ വാശിയിൽ കുറച്ച് ഈ BJP സ്ഥാനാർത്ഥിക്ക് കൂടെ വോട്ട് കൊടുത്താൽ മതിയായിരുന്നല്ലോ. ശരി, വോട്ട് കൊടുക്കുന്നില്ലെങ്കിൽ വേണ്ട, അവരെങ്ങനെങ്കിലും മത്സരിച്ച് ജയിച്ചോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അവരെ തോൽപ്പിക്കാതിരിക്കാനെങ്കിലും ശ്രമിച്ചുകൂടായിരുന്നു ഇവർക്ക്. പക്ഷേ അതല്ലല്ലോ ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ടും, നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾക്ക് കൂട്ടുനിന്നിട്ടും, ന്യായമായിട്ടുള്ള കാര്യത്തിന് കൂട്ടുനിൽക്കുന്നു, ഇവിടെയുള്ള അന്യായമായ കാര്യത്തിന് നിങ്ങളുടെ കൂടെ നിന്നു. അതെപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ അവിടുത്തെ സർക്കാർ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടപ്പോൾ ഇവിടുന്ന് ഓടിപ്പാഞ്ഞ് അവിടെ ചെന്ന് അവരെ ജാമ്യം വാങ്ങി പുറത്ത് കൊണ്ടുവന്നു. അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ബ്രിട്ടാസും കൂട്ടരും ഒക്കെ അവിടെ ചെന്നു.
അത് ശരിക്കും ന്യായമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല, കന്യാസ്ത്രീകളുടെ ഭാഗത്തായിരുന്നു. ഒരു ആദിവാസി പെൺകുട്ടിയെയാണ് യാതൊരു രേഖകളും ഇല്ലാതെ കടത്തിക്കൊണ്ട് പോകാൻ നോക്കിയത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ വെച്ചിട്ടാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. തുടർന്നാണ് ഇവിടുന്ന് ഓടിപ്പാഞ്ഞ് അവിടെ ചെന്ന് അവർക്ക് ജാമ്യം മേടിച്ചു കൊടുത്തത്. അത് ശരിക്കും ന്യായമായ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല, അങ്ങനെ അന്യായമായ കാര്യത്തിന് പോലും അവരുടെ കൂടെ നിന്നാണ്. എന്നിട്ട് എന്താണ് തിരിച്ചവർ കൊടുത്തത്? നന്ദികേടല്ലേ അങ്ങേയറ്റം കാണിച്ചത്. ക്രിസ്ത്യാനികളായിട്ടുള്ള അനുയായികൾ തന്നെ പറയുന്നുണ്ട് നന്ദികേടാണ് സഭ കാണിച്ചത്. ഇപ്പോൾ മുനമ്പംകാരെ പറ്റി എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. മുനമ്പം വാർഡിൽ ജയിച്ചത് BJP ആണ്, MLA അവിടെ കോൺഗ്രസ് ആണ് ജയിച്ചത്. പക്ഷേ അത് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. 600 കുടുംബങ്ങളൊന്നും വിചാരിച്ച ഒരു MLA ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. അവർ BJPക്ക് തന്നെ, അല്ലെങ്കിൽ അവിടുത്തെ 2020 സ്ഥാനാർത്ഥിക്ക് തന്നെ ആയിരിക്കാം വോട്ട് ചെയ്തത്. അപ്പോൾ അവർ നന്ദികേട് കാണിച്ചു എന്ന് പറയാൻ പറ്റില്ല. അവർ അനുഭവസ്ഥരായതിനാൽ അവർ നന്ദികേട് കാണിക്കില്ല. പക്ഷേ സഭാ നേതൃത്വം, ചില ബിഷപ്പുമാർ പരസ്യമായിട്ട് തന്നെ BJP സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തു. അവർക്ക് വേണ്ടി ഇനി അമിത്ഷാ വാതിൽ തുറന്നിടണോ? അവർ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് അമിത്ഷാ ഇനി കാത്തിരിക്കണോ? മോദിയുടെ മനസ്സിൽ എന്താണോ അതാണ് അമിത്ഷായും ചെയ്യുന്നത്. തിരിച്ചു അങ്ങനെ തന്നെ, അമിത്ഷാ മനസ്സിൽ എന്താണോ അത് തന്നെയാണ് മോദി. അപ്പോൾ അമിത്ഷാ ഇവരുടെ മുന്നിൽ വാതിൽ അടച്ചിട്ടുണ്ടെങ്കിൽ കഥം എന്ന് തന്നെ വിചാരിച്ചാൽ മതി. ഇനി അതിൻ്റെ അപ്പുറം ഇല്ല. എങ്ങനെ ഈ അവസ്ഥയിലേക്ക് എത്തിയെന്ന് ഓർക്കുക. ഇപ്പോൾ എന്തേ ഈ ദീപികക്കാരൻ എഡിറ്റോറിയൽ എഴുത്തില്ലല്ലോ, സ്വിച്ചിട്ട് കണക്ക് നിന്നോ അവൻ്റെ എഡിറ്റോറിയൽ എഴുത്ത്. മണിപ്പൂരിൽ എന്ത് വിഷയം നടന്നു കഴിഞ്ഞാലും ഭയങ്കരമായിട്ട് എഴുത്തായിരുന്നു. അപ്പോൾ FCRA എന്ന് പറഞ്ഞ ആ നിയമം ഭേദഗതി ചെയ്തിരിക്കുന്നു കർശനമായ രീതിയിൽ. എന്താ, വിദേശ ഫണ്ട് ഇവിടെ വരുന്നു. അതെങ്ങനെയാണ് നക്സലുകളുടെ, മാവോയിസ്റ്റുകളുടെ കയ്യിൽ കിട്ടുന്നത്? ഇവരറിയാതെ എങ്ങനെയാണത് കിട്ടുന്നത്? അവർ 200ഓളം കാർഡുകൾ ഉപയോഗിച്ച് ഇത് പലയിടത്തു നിന്നായിട്ട് പണം എടുത്തിരിക്കുന്നു. എങ്ങനെയാണ് ഈ പുരോഹിതരുടെ കയ്യിൽ ഇരിക്കേണ്ട കാർഡുകൾ മാവോയിസ്റ്റുകളുടെ കയ്യിൽ വരുന്നത്? മണിപ്പൂരിൽ തന്നെ ഉണ്ടായ ആ കലാപങ്ങളുടെ എല്ലാം പിന്നിൽ ഇതുപോലെ പുറത്തുനിന്ന് ഫണ്ട് വന്നതായിരുന്നു. ഇവിടെ നോക്കൂ, എല്ലാ മതസ്ഥർക്കും വിദേശത്തുനിന്ന് ഫണ്ട് വരാറുണ്ട്. ഹിന്ദുവിനും മുസ്ലിമിനും സിഖുകാർക്കും എല്ലാം. അവർക്കാർക്കും ഈ നിയമ ഭേദഗതിയിൽ ഒരു പ്രശ്നവുമില്ല, ഒരു കരച്ചിലുമില്ല. കരയുന്നത് മൊത്തം ഈ കൂട്ടരാണ്. എന്തേ? ഇപ്പോൾ രാജ്യസുരക്ഷയാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം. ഒരു സിനിമയിൽ പറയുന്ന പോലെ രാഷ്ട്രീയമല്ല രാഷ്ട്രബോധമാണ് എന്ന് പറയുന്നത് അതായിരിക്കണം എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടത്. BJP ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അടിസ്ഥാനപരമായിട്ട് വേണ്ട കാര്യം എന്താണ്? രാഷ്ട്രീയത്തിലുപരി രാഷ്ട്രബോധമാണ്. അപ്പോൾ ആ രാഷ്ട്രബോധം ഉള്ളതുകൊണ്ടാണ് FCRA ഭേദഗതി കർശനമായ രീതിയിൽ അവരിപ്പോൾ ഭേദഗതി ചെയ്തത്. അതുമായിട്ട് തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ ഇവർ കടന്ന് കരയുന്നതിൻ്റെ കാര്യം എന്താ? ഇവർ വിലവേശിക്കൊണ്ടിരുന്നാണല്ലോ, ഇപ്പോൾ എന്ത് പറ്റി? വിലവേശൻ്റെ ശക്തി അങ്ങ് പോയോ? ഓരോ വാർത്തയ്ക്ക് താഴെയും അതിൽ ക്രിസ്ത്യാനികളായിട്ടുള്ളവർ തന്നെ ഇടുന്ന കമൻറ്റ് നോക്കൂ. ഇതൊന്നും ഞങ്ങളെ ബാധിക്കില്ല, ഇതെല്ലാം ബാധിക്കുന്നത് ഈ മെത്രാന്മാരെയും ബിഷപ്പുമാരെയും ഈ പുരോഗത വർഗ്ഗത്തെയാണ്. ഞങ്ങൾക്ക് ഇതുകൊണ്ടൊന്നും 5 പൈസയുടെ ഗുണം കിട്ടിയിട്ടില്ല, പിന്നെ ഇവരെന്തിനാണ് കിടന്ന് കരയുന്നത്? സർക്കാർ ഒരു രീതിയിലും പുറകോട്ട് പോകരുത്, ഇത് കർശനമാക്കണമെന്ന് ക്രിസ്ത്യൻ സമൂഹം തന്നെയാണ് പറയുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നലെ ആണെങ്കിലും ഇന്നാണെങ്കിലും ഇനി നാളെ ആണെങ്കിലും ദേശീയതയുടെ ഭാഗമായി നിന്ന് BJPയുടെ കൂടെയോ അല്ലെങ്കിൽ BJPയെ പോലെ ദേശീയത ആരാണോ ഉയർത്തിപ്പിടിക്കുന്നത് അവരുടെ കൂടെ നിൽക്കാൻ തയ്യാറുള്ള ക്രിസ്ത്യാനികൾ ഒരു വിഭാഗമുണ്ട് എല്ലാ കാലത്തും. അവർ നാളെയും BJPക്ക് പിന്തുണ കൊടുക്കും. പക്ഷേ ഈ പുരോഗത വർഗ്ഗമുണ്ടല്ലോ, അവരിനി ഇച്ഛ ഇമ്മ ഇക്ക ഇച്ഛ വരയ്ക്കും, ഇല്ലെങ്കിൽ BJP വരപ്പിക്കും. ഇവരെന്താ കരുതിയത്? കോൺഗ്രസ് പാർട്ടിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് ചരടിൽ ഈ പാവ കളിപ്പിക്കാമെന്ന് വിചാരിച്ചോ? ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായ BJPയെ, ഇവിടെ തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJPയെ കളി അങ്ങോട്ടാണ് ഇറക്കാൻ ചെന്നത്. അനുഭവിക്കുക. ഇപ്പോഴും കേൾക്കാം കേരളത്തിലെ ഈ അരമനകളിൽ നിന്ന് ഉയരുന്ന നിലവിളി. അവിടെ കിടന്ന് നിലവിളിക്കത്തുള്ളൂ. എത്ര അവസരങ്ങളിൽ സൗഹൃദകരം നീട്ടിക്കൊടുത്താണ്. അപ്പോൾ അവർക്ക് ഇനി അങ്ങോട്ട് അനുഭവിക്കട്ടെ.